ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ബിജെപിക്കും മറ്റു മണ്ഡലങ്ങളിൽ യുഡിഎഫിനും പിന്തുണ നൽകാൻ എൻഎസ്എസ് ആസ്ഥാനത്ത് നിന്ന് വാക്കാൽ നിർദ്ദേശിച്ചെന്ന് മാവേലിക്കര എൻഎസ്എസ് താലൂക്ക് യൂണിയൻ മുൻ പ്രസിഡന്റ് ടി കെ പ്രസാദിന്റെ ആരോപണം. മാവേലിക്കര എൽഡിഎഫ് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിനെ ഓഫീസിൽ സ്വീകരിച്ചതിന്റെ പേരിൽ ചങ്ങനാശ്ശേരിയിൽ വിളിച്ചു വരുത്തി രാജി എഴുതി വാങ്ങിയെന്നും ടി കെ പ്രസാദ് ആരോപിച്ചു. എൽഡിഎഫിന് പിന്തുണ നൽകേണ്ടതില്ലെന്നും എൻഎസ്എസ് നിർദ്ദേശിച്ചതായും പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ സിപിഐ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന് മാവേലിക്കര യൂണിയൻ ഓഫീസിൽ സ്വീകരണം നൽകിയിരുന്നു. ഇത് എൻഎസ്എസിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ് എന്ന് കാണിച്ചാണ് നേതൃത്വം താലൂക്ക് യൂണിയന് എതിരെ നടപടിയെടുത്തതെന്നും ടി കെ പ്രസാദ് ആരോപിക്കുന്നു. എൻഎസ്എസിന്റെ സമദൂരത്തിൽ നിന്ന് യൂണിയൻ പ്രസിഡന്റ് വ്യതിചലിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഭാരവാഹികൾ രാജിവെച്ചതെന്നാണ് എൻഎസ്എസിന്റെ വിശദീകരണം. ശബരിമല വിഷയത്തിൽ എൻഎസ്എസിനെതിരെ സിപിഐ നേതാവ് കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ശക്തമായ വിമർശനം നടത്തിയിരുന്നു. ജി സുകുമാരൻ നായരെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വരെ സിപിഎം നേതാക്കളും ചില മന്ത്രിമാരും പ്രസ്താവനകൾ നടത്തി. ഇതേ തുടർന്ന് എൽഡിഎഫിന് ഒരു തരത്തിലും പിന്തുണയ്ക്കേണ്ടതില്ല നിലപാടിലാണ് എൻഎസ്എസ് എന്നാണ് വിലയിരുത്തൽ. എൻഎസ്എസ് നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി മാവേലിക്കരയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറിന് ഓഫീസിൽ സ്വീകരണം നൽകിയ താലൂക്ക് യൂണിയനെ പിരിച്ചുവിട്ടിരുന്നു. എൻഎസ്എസ് മാവേലിക്കര താലൂക്ക് യൂണിയനാണ് ഇടതു സ്ഥാനാർത്ഥിക്ക് യൂണിയൻ ഓഫീസിൽ സ്വീകരണം നൽകിയതിന്റെ പേരിൽ പിരിച്ചുവിട്ടത്. 15 അംഗ യൂണിയൻ കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഒഴികെയുള്ള അംഗങ്ങളെ ചങ്ങനാശ്ശേരിയിലെ എൻഎസ്എസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി രാജി ആവശ്യപ്പെടുകയായിരുന്നു. അംഗങ്ങൾ രാജിവെച്ചതോടെ കമ്മിറ്റി പിരിച്ചുവിടുകയും 5 അംഗ അഡ്ഹോക് കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തു. യുഡിഎഫിനും ബിജെപിക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളിയാണ് ചിറ്റയം ഗോപകുമാറിന് സ്വീകരണം നൽകിയത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ പ്രസാദും 4 അംഗങ്ങളുമാണ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ നിലപാട് ചോദ്യം ചെയ്തത്. യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം കരയോഗം പ്രവർത്തകരുടെ വീടുകളിൽ എത്തിക്കണമെന്ന അറിയിപ്പ് യൂണിയൻ കമ്മിറ്റി നിരാകരിച്ചിരുന്നു. ചില മണ്ഡലങ്ങളിൽ ബിജെപിക്കും ചിലയിടങ്ങളിൽ യുഡിഎഫിനും പിന്തുണ നൽകുകയെന്ന നയത്തിനെതിരായി വിയോജനക്കുറിപ്പ് നൽകിയതും പുറത്താക്കലിന് കാരണമായി. താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടത് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെ എതിർത്തതിലുള്ള പ്രതികാരമാണെന്ന് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ടി കെ പ്രസാദ് പറഞ്ഞു. കരയോഗാംഗങ്ങളെ ഇടതുപക്ഷത്തിനെതിരായി അണിനിരത്തി വോട്ട് യുഡിഎഫിന് ഉറപ്പാക്കണമെന്ന നിർദ്ദേശം അപ്രായോഗികരാണെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതാണ് നടപടിക്ക് കാരണമായതെന്ന് ടി കെ പ്രസാദ് വ്യക്തമാക്കി. 15 അംഗ യൂണിയൻ കമ്മിറ്റിയിൽ പ്രസിഡന്റ് ഒഴികെയുള്ള അംഗങ്ങളെ ചങ്ങനാശ്ശേരിയിലേക്ക് വിളിച്ചു വരുത്തി രാജി ആവശ്യപ്പെടുകയായിരുന്നു. ഇവർ രാജിവെച്ചതോടെ കമ്മിറ്റി പിരിച്ചുവിട്ടതായി അറിയിച്ച് 5 അംഗ അഡ്ഹോക് കമ്മിറ്റിയെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. യുഡിഎഫിനും ബിജെപിക്കും അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന കർശന നിർദ്ദേശം തള്ളിയതാണ് നേതൃത്വത്തെ ചോടിപ്പിച്ചത്. യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും താലൂക്ക് യൂണിയൻ കമ്മിറ്റി ചെവികൊണ്ടിരുന്നില്ല. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. Welcome to a life in the midst of nature. Presenting Raindrops at Kakinad. Kesadal Developers. Stay happy.